അത്ഭുതം എന്ന് പറയട്ടെ, അത്ഭുതം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല, അത്രയ്ക്ക് മഹാ അത്ഭുതം തന്നെയാണ്. അങ്ങനെ ചേച്ചിയും കുട്ടികളും കൂടെ കളിസാധനം വിൽക്കുന്ന കടയിൽ കയറി. അപ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. അത്ഭുതം എന്നല്ലാതെ വേറെ ഇതിനൊന്നും പറയാൻ സാധിക്കില്ല. ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നെ പറയാൻ സാധിക്കും. അത്രയും വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? രണ്ട് സ്ത്രീകള്, തമിഴ് സംസാരിക്കുന്ന രണ്ട് സ്ത്രീകള് ചേച്ചിയോട് വന്ന് ചോദിച്ചു, ഈ കുളന്തയ്ക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ എന്ന്. ചേച്ചി ആ തിരുനടയിലേക്ക് ഒന്ന് നോക്കി സമ്മതം അറിയിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ പൊന്നു ഗുരുവായൂരപ്പൻ അങ്ങ് നിലയിറങ്ങി. അല്ലെങ്കിൽ ആ ശ്രീലകത്തു നിന്നും ഭഗവാൻ തന്നെ ഇറങ്ങി വന്നു ആ ചേച്ചിയുടെ സങ്കടം കണ്ടിട്ട്. ആ വന്ന സ്ത്രീകള് ആ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. മോളത് ഗിഫ്റ്റ് വാങ്ങിച്ചു. കുറച്ച് സമയം നോക്കിയപ്പോ അവരെ കാണാനില്ല. ആ വന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കൂട്ടി പറഞ്ഞത്, ഭക്തന്റെ മനസ്സ് വേദനിച്ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ വന്ന് സഹായിക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ. ഒരു ഭക്തന്റെയും കണ്ണുനീര് കണ്ടു നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല.